കേന്ദ്രമന്ത്രിസഭയിൽ ആരൊക്കെ അതിപ്പോഴും ഒരു സസ്പെൻസ് ആയി തുടരുകയാണ്. നിയുക്ത മന്ത്രിമാർക്കുള്ള പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരം 11:30-ക്കാണ്. ക്ഷണം ലഭിച്ചവരുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപിയുടെ പേരില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടെ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയ നേതാക്കൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ജെഡിയുവിനും സഖ്യകക്ഷികളായ ജെഡിയുവിനും തെലുങ്കുദേശം പാർട്ടിക്കും ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ഒരു സഹമന്ത്രിസ്ഥാനവും ലഭിക്കും. പ്രതിപക്ഷവും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ആരൊക്കെയായിരിക്കും മോദി 3.0 സർക്കാരിൽ ഉണ്ടാവുക എന്നറിയാൻ നേരെ നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. ഇന്ന് രാജ്യത്തിന് മുഴുവൻ ശ്രദ്ധയും ഡൽഹിയിലേക്കാണ്. അപ്പോൾ നേരെ ഡൽഹിയിലേക്ക് നമ്മൾ വിജയ് ചൗക്കിലേക്ക് പോവുകയാണ്. അതാ എനിക്കൊപ്പം പി ബസന്തും ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ചോദിക്കാനുള്ളത്, കേരളം ആദ്യമായി കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുകയാണ്. സുരേഷ് ഗോപിയുടെ വലിയ നേട്ടമാണ്. ദക്ഷിണേന്ത്യക്ക് വലിയ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിലുള്ള ഒരു കൺഫ്യൂഷൻ എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് തമിഴ്നാടും കേരളവും എടുക്കുകയാണെങ്കിൽ ഏക പ്രതിനിധിയാണ് സുരേഷ് ഗോപി എന്നുള്ള കാര്യം BJPക്ക് നല്ലപോലെ തന്നെ അറിയാം. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. സുരേഷ് ഗോപിക്ക് ഇവിടെ ലഭിച്ചത് വലിയ സ്വീകരണം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴും സുരേഷ് ഗോപിയുടെ മന്ത്രിസഭാ പ്രവേശനം സംബന്ധിച്ചൊരു വ്യക്തമായ എന്തെങ്കിലും പറയാൻ BJP നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം നമ്മൾ പാർലമെന്റിൽ വെച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹവും പറഞ്ഞത് അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഉണ്ടാകുമെന്നുള്ളൊരു സൂചന സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടുള്ള ഒരു BJPയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ജയിച്ച് വന്ന് കഴിഞ്ഞ സാഹചര്യത്തിൽ ഉണ്ടാവുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇതുവരെ ഇന്ന് രാവിലെ പോലും അദ്ദേഹം ഇന്ന് വരേണ്ടിയിരുന്നതാണ് ഡൽഹിയിലേക്ക്. അദ്ദേഹം ഉച്ചതിരിഞ്ഞുള്ള വിമാനത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നു എന്ന് കേൾക്കുന്നു. നേരത്തെ കേട്ടിരുന്നത് ഉച്ചയോടുകൂടി ഇവിടെ എത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതുവരെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു വിഷയം വരുന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് അതിന് പകരം മറ്റാരെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്ന് പരിഗണിക്കണോ എന്നുള്ള കാര്യത്തിൽ 2-3 ഫോർമുലകൾ BJPയുടെ മുന്നിൽ അവർ ചർച്ച ചെയ്തിരുന്നതിൽ പ്രധാനപ്പെട്ടതൊന്ന് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരെ എടുക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. അതായത് മന്ത്രിസഭയിൽ നേരിട്ട് എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം അവർ ചർച്ച ചെയ്തിരുന്നു എന്നാണ് നേരത്തെ കേട്ടിരുന്നത്. പക്ഷേ പിന്നീട് അത് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവരുമൊക്കെ മന്ത്രിസഭയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ് സുരേഷ് ഗോപി. ഇപ്പം അണ്ണാമലയുടെ കാര്യം, അണ്ണാമല തോറ്റതാണ്. പക്ഷെ അണ്ണാമലയുടെ പേരും ഈ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് സൂചനകളുണ്ടല്ലോ. അപ്പം തോറ്റവരില്ല എന്നാണോ, അങ്ങനെയാണോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു തീരുമാനം, ഒരു ധാരണ അവരുടെ ഇടയിലുണ്ട്. അതായത് തോറ്റവർ വേണ്ട എന്നുള്ളൊരു ധാരണയിലേക്ക് BJP ഒരു ഘട്ടത്തിൽ പോയിരുന്നു. പിന്നീട് അത് മാറി എന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് BJPയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ BJP വളരെ രഹസ്യമായി തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോഴും ആർക്കും ഒരു വ്യക്തതയില്ല ആരൊക്കെയാണ് മന്ത്രിമാരെന്നുള്ള കാര്യത്തിൽ. ഒരു കാര്യത്തിൽ മാത്രം BJPയുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ മന്ത്രിമാരാകും എന്ന് നമുക്ക് പറയാം. അതായത് രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി തുടങ്ങിയവരൊക്കെ തന്നെ മന്ത്രിമാരാകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് പറയാൻ ആർക്കും ഇപ്പോൾ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ ഉള്ളത് ജനതാദൾ യുവിനും നിതീഷ് കുമാറിനും ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒരു സഹമന്ത്രി സ്ഥാനവും നൽകും എന്നുള്ളതാണ്. അത് പഴയ ഫോർമുലയാണ്. 2014 ഫോർമുല തന്നെയാണ് അക്കാര്യത്തിൽ BJP അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2014 തെലുങ്കുദേശം പാർട്ടി സർക്കാരിലുണ്ടായിരുന്ന സമയത്ത് ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരുന്നു, സിവിൽ ഏവിയേഷൻ, അത് അശോക് ഗജപതി രാജു. പിന്നെ ഒരു സഹമന്ത്രി ഉണ്ടായിരുന്നു. അന്ന് നിതീഷ് കുമാർ മന്ത്രിസഭയിൽ ചേർന്നിരുന്നില്ല. അതേ ഫോർമുല നിതീഷ് കുമാറിന് ഇത്തവണ അവർ അപ്ലൈ ചെയ്തു. ഒരു ക്യാബിനറ്റ് മന്ത്രി, ഒരു സഹമന്ത്രി. അതിലൊന്ന് ലലൻ സിംഗ് ആയിരിക്കും, മറ്റൊന്ന് രാംനാഥ് ഠാക്കൂർ ആയിരിക്കും. നേരത്തെ സഞ്ജയ് ജായുടെ പേര് കേട്ടിരുന്നു, പക്ഷേ അദ്ദേഹം ഇല്ല. ഇപ്പോൾ 2 പേര് തെലുങ്കുദേശത്ത് നിന്നും ഏറൻ നായിഡുവിൻ്റെ മകനും 2ാം ടേം MP-യുമായ റാംമോഹൻ നായിഡുവും അതുപോലെ പെമ്മസ്വാമിയുമായിരിക്കും, ഗുണ്ടൂർ MP പെമ്മസ്വാമിയുമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ചന്ദ്രബാബു നായിഡു തന്നെ ഇവരുടെ 2 പേരുടെയും പടം ട്വീറ്റ് ചെയ്തുകൊണ്ട് ഇവർ 2 പേരുമാണ് എന്നുള്ളൊരു സൂചന നൽകിയിട്ടുമുണ്ട്. BJPയുടെ ഏറ്റവും കൂടുതൽ സസ്പെൻസ് ആയി നിൽക്കുന്നത് സുരേഷ് ഗോപിയുടെ കാര്യം തന്നെയായിരിക്കും. അനൂപ്, അത് ചോദിച്ചോട്ടെ. ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റുകളൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. 6:30 ഫ്ലൈറ്റിന് പോകുമെന്നായിരുന്നു ആദ്യത്തെ ഒരു അഭ്യൂഹം. അതുണ്ടായില്ല.
അത് കഴിഞ്ഞ് 11:30 കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു മുംബൈ ത്രൂ ഡൽഹി. പക്ഷേ അതിലും സുരേഷ് ഗോപി പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 12:30-ക്കാണ്. അപ്പോൾ 12:30-ക്ക് പോയാലും ഒരു 3-3.5 മണിക്കൂർ ഫ്ലൈറ്റ് ടൈം നോക്കുകയാണെങ്കിൽ 4 മണിയോട് കൂടി ഡൽഹിയിലെത്തും. അത് കഴിഞ്ഞ് അവിടുന്ന് ഏകദേശം എനിക്കറിയില്ല കറക്റ്റായിട്ട്, അനൂപിന് കുറച്ചും കൂടി എന്നെക്കാട്ടും നല്ല ധാരണയുണ്ട്. അപ്പം എത്താൻ കഴിയും ഇപ്പോഴും സുരേഷ് ഗോപിക്ക്? എത്താൻ കഴിയും ആര്യ, വൈകിട്ടാകുമ്പോഴത്തേക്ക് എത്താൻ കഴിയും, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ബസ്നോട് പറഞ്ഞ പോലെ ബി ജെ പിയുടെ തീരുമാനം എന്ന് പറയുന്നത് വളരെ രഹസ്യമായിട്ട് എടുക്കുന്ന തീരുമാനമാണ് മന്ത്രിമാരെയൊക്കെ സംബന്ധിച്ച്. നമുക്ക് മുന്നിലുള്ളത് രാജ്നാഥ് സിംഗ്, അതേപോലെ അമിത്ഷാ, നിതിൻ ഗഡ്കരി എന്നിവരുടെ പേരാണ് ഉറപ്പ്. അതിനപ്പുറത്തേക്ക് ജെ പി നഡ്ഡ വരാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ ബസ്നട്ട, ജെ പി നഡ്ഡ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റാര് എന്നതൊക്കെ നിർമ്മലാ സീതാരാമൻ പോലും ഇത്തവണത്തെ ക്യാബിനറ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒക്കെ സംശയങ്ങളുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചുള്ള പ്ലസ് മാർക്ക് എന്തെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ 2 വട്ടം കേരളത്തെ, അദ്ദേഹം 2 പ്രസംഗമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നടത്തിയത്. ഒന്ന് BJP ആസ്ഥാനത്ത് വെച്ചിട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് വൈകിട്ട്. അത് കഴിഞ്ഞ് പാർലമെന്റിൽ അദ്ദേഹത്തെ NDAയുടെ നേതാവായി തിരഞ്ഞെടുക്കുന്ന ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗം. ആ 2 പ്രസംഗത്തിലും കേരളത്തെ പറ്റി എടുത്തു പറഞ്ഞിരുന്നു. അതിൽ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, കേരളത്തിൽ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായി, ഒരുപക്ഷെ കാശ്മീരിലുള്ളതിനേക്കാളും രക്തസാക്ഷികൾ കേരളത്തിലുണ്ടായി, പക്ഷെ അവിടെ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഇത്തവണ നമുക്കൊരു പ്രതിനിധി അവിടെ നിന്നുണ്ട് എന്ന് ഈ NDA നേതാക്കളെല്ലാം ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതായത് അത്രയും പ്രാധാന്യം കേരളത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നൽകുന്നുണ്ട്. അതാണ് സുരേഷ് ഗോപിക്കുള്ള പ്ലസ് പോയിന്റ്. പക്ഷെ അതിലൊരു കാര്യം, 30 മന്ത്രിമാരാണ് ഈ മറ്റ് സഖ്യപാർട്ടികളിൽ നിന്നും BJPയിൽ നിന്നുമെല്ലാമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് മുന്നിലുള്ളത്. അതായത് BJP കേന്ദ്രങ്ങളിൽ നിന്ന് ആകെ പുറത്തു വന്നൊരു വിവരം ഇത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സുരേഷ് ഗോപി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാതെ മന്ത്രിസഭ വിപുലീകരിക്കുന്ന ദിവസം പരിഗണിക്കാനുള്ള സാധ്യതയായിരിക്കാം BJP തേടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കാം. അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഈ ജയിച്ച അന്ന് മുതൽ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രചാരണത്തിന്റെ സമയത്ത് പോലും കേന്ദ്രമന്ത്രിയാകുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടി കേന്ദ്രമന്ത്രിമാരെ തരണമെന്ന് ഞാൻ മോദിയോട് ആവശ്യപ്പെടും, കേരളത്തിന് വേണ്ടി കേന്ദ്രമന്ത്രിമാരെ ആവശ്യപ്പെടും, അല്ലാതെ ഞാൻ കേന്ദ്രമന്ത്രിയാവുമെന്ന് ഒരിക്കലും സുരേഷ് ഗോപി പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞും നമുക്കറിയാം, ഈ കഴിഞ്ഞ നൽകിയ അഭിമുഖങ്ങളിലൊക്കെ സിനിമകൾ പെൻഡിംഗ് ആയുണ്ട്, കോടിക്കണക്കിന് രൂപ നിർമ്മാതാക്കൾ മുതൽ മുടക്കിയതാണ്. അപ്പം അങ്ങനെ 4 സിനിമകൾ വരാനുണ്ട്, അതിൽ 2 പകുതി ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം സുരേഷ് ഗോപിയുടെ പേഴ്സണൽ റീസൺസ് ആയിരിക്കുമോ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം? ആര്യ, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ BJP, പഴയ BJP അല്ല ഞാൻ പറയുന്നത്, നരേന്ദ്രമോദി അമിത്ഷായി നയിക്കുന്ന ഒരു BJPയിൽ അങ്ങനെ ഒരു പേഴ്സണൽ ചോയ്സസിനൊന്നും സാധ്യതയില്ല. പേഴ്സണൽ ചോയ്സസിന് ഒരു സ്ഥാനവുമില്ല. പാർട്ടി തീരുമാനിക്കുന്ന കാര്യം അതുപോലെ നടപ്പാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ 2 കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തോറ്റ ആൾക്കാരെ, അതായത് ഇത്തവണ പരാജയപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ BJP നേതാക്കളെ മന്ത്രിമാരാക്കണോ എന്നുള്ള കാര്യത്തിൽ അവരൊരു നയപരമായ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ പേരുകൾ പരിഗണിക്കപ്പെടാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ പേര് വലിയ തോതിൽ പരിഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ നിങ്ങൾ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കൂ എന്നുള്ള തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് നൽകിയതായിട്ടുള്ള ചില സൂചനകൾ, ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ അത് മന്ത്രിസ്ഥാനമാകണമെന്നില്ല, പാർട്ടി തലത്തിൽ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാവാം. സുരേഷ് ഗോപി തന്നെ ഡൽഹിയിൽ ജയിച്ച ശേഷം NDA മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്ന ദിവസം വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും തനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വലിയ തോതിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുരേഷ് ഗോപി ക്യാബിനറ്റിൽ ഉണ്ടോ എന്നുള്ളത് ഇന്ന് 11:30 അദ്ദേഹം ഒരു ഹൈറ്റി പ്രധാനമന്ത്രി വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ നിയുക്ത മന്ത്രിമാരുമായിട്ടുള്ള ഒരു ചായ സൽക്കാരമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ വരുന്നവരാരൊക്കെ എന്നുള്ളത് വെച്ചിട്ട് ഒരു ഏകദേശ സൂചന, ഒരു ധാരണ നമുക്ക് ലഭിക്കും. മാത്രമല്ല അല്പസമയത്തിനകം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വരെ ഈ പവൻ കല്യാണിന്റെ പാർട്ടിക്ക് ഒരു MP, ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉണ്ടാകുമെന്ന്, പക്ഷെ അത് പവൻ കല്യാൺ ആയിരുന്നില്ല, മറ്റൊരു പേരാണ് കേട്ടിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ പവൻ കല്യാൺ തന്നെ വരണം എന്ന രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. അതിലും സസ്പെൻസ് ഉണ്ടോ?
ഇല്ല, പവൻ കല്യാണിന്റെ കാര്യത്തിൽ ഈ സഖ്യകക്ഷികളുടെ കാര്യത്തിൽ BJP ആര് മന്ത്രിയാകണം എന്നുള്ള കാര്യത്തിൽ BJP ഇടപെടില്ല. അത് BJPയിലെ മന്ത്രിമാർ ആരൊക്കെ ആവണമെന്നുള്ള കാര്യത്തിൽ സഖ്യകക്ഷികൾ ഇടപെടുന്നില്ല എന്ന് പറയുന്ന പോലെയുള്ളൂ. നേരത്തെ ഇവിടെ വന്നൊരു അഭ്യൂഹം അല്ലെങ്കിൽ ഒരു പ്രചാരണം എന്ന് പറയുന്നത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പറഞ്ഞു അമിത്ഷാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യരുത്, അത് ഞങ്ങൾ എതിർക്കും, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന തരത്തിൽ അവരാവശ്യപ്പെട്ടു എന്നുള്ളൊരു സൂചന വന്നു. സ്പീക്കർ സ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടു എന്നുള്ള അഭ്യൂഹങ്ങൾ വന്നു. ഇതൊന്നും ശരിയായിരുന്നില്ല എന്നുള്ളതാണ് അതിൽ സത്യം. സ്പീക്കറുടെ കാര്യത്തിലാണെങ്കിൽ തെലുങ്ക് ദേശം അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് പോലും വെച്ചിട്ടില്ല എന്നാണ് പിന്നീട് ഇപ്പോൾ TDP കേന്ദ്രങ്ങൾ പറയുന്നത്. അവർ പറയുന്ന ഒരു കാര്യം 16 MP ഞാൻ കൊണ്ടുവന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിൽ 14 പേരും ഫസ്റ്റ് ടേം MP-മാരാണ്, ആദ്യമായി ജയിച്ചു വരുന്നവരാണ്. സഭാ ചട്ടങ്ങൾ എന്തൊക്കെ, സഭയിൽ എങ്ങനെ ഇരിക്കണമെന്ന് പോലും അറിയാത്ത 14 പേരിൽ ആരെങ്കിലും ഒരാളെ പിടിച്ച് സ്പീക്കറാക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഉള്ളത് രാംമോഹൻ നായിഡുവും പിന്നെ ഒരാളും കൂടെയാണ് 2 ടേം ആയിട്ട് ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാകരുത് എന്ന് BJPയോട് എങ്ങനെയാണ് ഒരു കക്ഷിക്ക് പറയാൻ കഴിയുക? 240 സീറ്റുള്ള പാർട്ടിയാണ് BJP, 16 സീറ്റുള്ള പാർട്ടിയാണ് TDP. ശരിയാണ്, ഞങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അവിടെ നിങ്ങളെ മന്ത്രി ആരായിരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ BJP തീരുമാനിക്കും TDPയിലെ മന്ത്രി ആരാകണമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രീതിയിലല്ല ഇവിടെ ഡൽഹിയിൽ നീങ്ങുന്നത്.